അതിരപ്പള്ളിയിൽ തുടർച്ചയായ 15-ാം ദിവസവും കാട്ടാന ഇറങ്ങി. ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാന വ്യാപകമായി കൃഷി നശിപ്പിച്ചു. കാട്ടാനയുടെ ദൃശ്യങ്ങൾ 24-ന്. ഒരു ആനയുടെ കുറവുണ്ടായിരുന്നു രാവിലെ. ഒന്നല്ലോ. റോഡ് നിറഞ്ഞുള്ള വരവാണ് ആനയുടെ. സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് ചേരുന്നു. സൂരജ്, യഥാർത്ഥത്തിൽ അവിടുത്തെ ജനങ്ങളൊക്കെ ഭീതിതമായൊരു അന്തരീക്ഷത്തിൽ തന്നെയാണോ ഇപ്പോഴും കഴിയുന്നത്? എത്രയോ കുടുംബങ്ങൾ ഈ അതിരപ്പള്ളി ഭാഗത്തുണ്ട് ഇപ്പോൾ? ഇപ്പോൾ ഈ ദൃശ്യത്തിൽ കാണുന്നത് അതിരപ്പള്ളി പിള്ളപ്പാറ റേഷൻ കടയ്ക്ക് സമീപമാണ്. നേരം പുലർന്നിട്ടും ഈ കാട്ടാന മടങ്ങിപ്പോവാത്തതിനെ തുടർന്ന് നാട്ടുകാർ ആ ആനയെ തുരത്തുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിട്ടിരിക്കുന്നത്. അത്രമാത്രം ദുരവസ്ഥയിലൂടെയാണ് തങ്ങൾ കടന്നു പോകുന്നതെന്നുള്ളതാണ് ഈ മേഖലയിലെ ജനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. സാധാരണഗതിയിൽ ആന നേരം പുലർന്നാലൊക്കെ ഈ കൃഷിയിടത്തിൽ നിന്നും വീട്ടുവളപ്പിൽ നിന്നും ഒക്കെ പോകുന്നതാണ് പതിവ്. പക്ഷേ ഇന്ന് നേരം പുലർന്നിട്ടും ആന പോയില്ല. ഇതോടുകൂടി നാട്ടുകാർ തന്നെ വലിയ രീതിയിൽ ബഹളമുണ്ടാക്കി ആനയെ ഈ കാട് കയറ്റുന്നതാണ് ദൃശ്യത്തിൽ കാണുന്നത്. അതിരപ്പള്ളിക്കാരെ സംബന്ധിച്ച് 15-ാം ദിവസമാണ് തുടർച്ചയായി ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങുന്നത്. വെറ്റിലപ്പാറ 15, 14, അതോടൊപ്പം തന്നെ പിള്ളപ്പാറ തുടങ്ങി വിവിധ മേഖലകളിൽ കാട്ടാന ശല്യം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ രാത്രിയും ഈ വെറ്റിലപ്പാറ 14-ൽ കാട്ടാനയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. കൃഷിയിടത്തിലടക്കം കാട്ടാനക്കൂട്ടം എത്തുകയും ചെയ്തു. ഇതിൻ്റെ ഒരു പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നിലവിൽ അതിരപ്പള്ളിക്ക് സമീപത്ത് ചാലക്കുടിപ്പുഴയിൽ ഒരു തുരുത്തുണ്ട്. ഈ തുരുത്തിലാണ് ഈ കാട്ടാന പകൽ സമയം നിലയുറപ്പിക്കുന്നത്. അതിനുശേഷം രാത്രിയോടുകൂടി ഈ തുരുത്തിൽ നിന്ന് ഈ ജനവാസ മേഖലയിലേക്ക് കാട്ടാന ഇറങ്ങും. ഈ പ്രദേശവാസികളെ സംബന്ധിച്ച് ചൂണ്ടിക്കാണിക്കുന്ന ഈ തുരുത്തിൽ നിന്ന് കാട്ടാനയെ കാട് കയറ്റി വിടണം, അതായത് ഉൾക്കാട്ടിലേക്ക് കയറ്റി വിടണം, എന്നാൽ മാത്രമാണ് തങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകൂ എന്നുള്ളതാണ്. ഇന്ന് ഈ ദൃശ്യത്തിൽ കാണുന്ന കാട്ടാന ജനവാസ മേഖലയിൽ തമ്പടിച്ചിട്ടും ഈ വനം വകുപ്പ് അധികൃതരെ വിവരം അറിയിച്ചിട്ടും അവർ എത്തിയില്ല എന്ന പരാതിയാണ് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത്. പിന്നീട് നാട്ടുകാർ തന്നെ ആനയെ തുരത്തുകയായിരുന്നു. താങ്ക് യു. എന്തായാലും ഈ ആനയുടെ വരവ് ഇപ്പം നമ്മളിന്ന് മോർണിംഗ് ഷോ രണ്ടാമത്തെ ആനയുടെ കാര്യമാണ് കൊടുക്കുന്നത്. കാട്ടാനകൾ തീർച്ചയായിട്ടും ജനങ്ങളുടെ സ്വൈര്യജീവിതത്തിന് ഭീഷണിയാകുന്നു. വാർത്ത കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന, പ്രത്യേകിച്ച് വനപ്രദേശങ്ങൾക്കടുത്തുള്ള ജില്ലകളിൽ നിന്ന്.